ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം അനുഗ്രഹീതമായ ഈ പ്രഭാതയാമത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് 2024 ജനുവരി മാസം 16-ാം തീയതി വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാതത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൂട്ടിവരുത്തിയിരിക്കുന്നു. ഇനി ഈ പ്രഭാതത്തിലെ വാഗ്ദത്ത വചനം യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ എന്നാണ് നമ്മുടെ കർത്താവിൻ്റെ പേര്. ആമേൻ. ഇമ്മാനുവേൽ എന്നാൽ അതിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ. ഈ പ്രഭാതത്തിൽ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അനുഗ്രഹം നാം തേടിപ്പോകേണ്ട ഒന്നല്ല, മറിച്ച് അനുഗ്രഹം അത് നമ്മെ തേടി വരേണ്ടതാണ്. അനുഗ്രഹം നമ്മെ തേടി വരുവാൻ എന്തു ചെയ്യണം? അനുഗ്രഹത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിങ്കൽ നിന്ന്, ആമേൻ, ആ അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകിയെത്തുവാൻ തക്കവണ്ണം ഒരു ചാല് വെട്ടിയിടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ചെറുപ്രായത്തിൽ കൃഷിക്കാരായ ആളുകൾ കൃഷി ചെയ്തത് എന്ന സമയത്ത്, ആമേൻ, വെള്ളം ഒഴുകിപ്പോകാൻ ഒരു ചാല് വെട്ടിയിടാറുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലാകത്തില്ല എങ്കിലും മഴ പെയ്യുമ്പോൾ ആ ചാലിൽ കൂടെ, ആമേൻ, ഭംഗിയായി വെള്ളം ഒഴുകി ക്രമീകരിക്കപ്പെട്ട ഇടത്തേക്ക് അത് ഒഴുകിപ്പോകും. ഈ കാലഘട്ടത്തിൽ റോഡുകൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ഓടകൾ നിർമ്മിക്കാറുണ്ട്. വെള്ളം റോട്ടിൽ കയറാതെ ഒഴുകിയെത്തുന്ന വെള്ളം ആ ഓടയിൽ കൂടി ക്രമീകരിക്കപ്പെട്ട ഇടത്തേക്ക് ഒഴുകിപ്പോകും. ഒരു ചാലാണത്. ആ ചാലിൽ കൂടി എത്തേണ്ട ഇടത്തേക്ക് അതെത്തും. ആമേൻ. റെയിൽവേ പാളങ്ങൾ പണിയപ്പെട്ടിരിക്കുന്നു. ആമേൻ. നമ്മൾ കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് വരാൻ, അല്ല, ഏത് സ്ഥലത്തേക്ക് നമ്മൾ പോകുവാനും ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കഴിയും. ആമേൻ. ട്രെയിനിലാണ് പോകുന്നതെങ്കിൽ അതിനൊരു ചാല് വെട്ടിയിട്ടിട്ടുണ്ട്. ആമേൻ. അതിനൊരു പാളമുണ്ട്. ആ പാളത്തിൽ കൂടെ അതിവേഗം ബഹുദൂരം, ആമേൻ, ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിയും. വളരെ ഫാസ്റ്റായിട്ട് പോകുവാൻ തക്കവണ്ണം നല്ല റോഡുകൾ വെട്ടിയിട്ടുണ്ട്. ഈ റോഡ് വെട്ടുവാൻ വളരെ സമയമെടുത്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അതിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഈസിയായിട്ട്, വളരെ, ആമേൻ, ഫാസ്റ്റായിട്ട് എത്തേണ്ട ഇടങ്ങളിലേക്ക് ചെന്നെത്തുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് പറയുന്നത്, അനുഗ്രഹം നിന്നിലേക്ക് ഒഴുകിയെത്തുവാൻ, ഒരു റോഡ് വെട്ടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു കഥയുണ്ട്. ആ കഥയിൽ ഇങ്ങനെയാണ്, ആമേൻ, ഒരു നല്ലവനായ രാജാവ്, ആ രാജാവ് തൻ്റെ പ്രജകളെ, ആമേൻ, ഒന്ന് സന്തോഷിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. രാജാവ് തൻ്റെ സമർത്ഥനായ മന്ത്രിയോട് കാര്യം പറഞ്ഞു. ആ മന്ത്രി, ആമേൻ, രാജാവിന് കൊടുത്ത ഉപദേശം, ഒരു ദിവസം നിശ്ചയിക്കുക. ആ ഒരു ദിവസം രാജാവ് തൻ്റെ പ്രജകൾക്ക് തന്നെ കാണുവാൻ അനുവാദം കൊടുക്കുക. തൻ്റെ പ്രജകളുടെ ഒരു ആഗ്രഹം, തന്നെ കാണുവാൻ വരുന്ന തൻ്റെ പ്രജകളുടെ ഒരു ആഗ്രഹം രാജാവ് സാധിപ്പിച്ചു കൊടുക്കുക. രാവിലെ, ആമേൻ, 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് സമയം. കൊട്ടാരത്തിൽ നിന്ന് വിളംബരമുണ്ടായി. അറിയിപ്പ് എല്ലാ രാജ്യത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തി. അനേക ആളുകൾ കടന്നു വന്നു. ചിലർ ജോലി ചോദിച്ചു, അവർക്ക് ജോലി ലഭിച്ചു. ചിലർ
പണം ചോദിച്ചു. അവർക്ക് പണം ലഭിച്ചു. അങ്ങനെ ആ തിരക്കുകൾക്കിടയിൽ വൃദ്ധനായ ഒരു മനുഷ്യൻ, സാധുവായ ഒരു മനുഷ്യൻ തിക്കും തിരക്കും കൂട്ടാതെ വളരെ സൗമ്യനായി അവിടെ മാറി നിൽക്കുന്നത് രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാവരും ബന്ധപ്പെട്ട് തിക്കും തിരുക്കും കൂട്ടി രാജാവിനെ മുഖം കാണിച്ച് മടങ്ങുകയാണ്. എന്നാൽ ഈ മനുഷ്യൻ വലിയ തിരക്കൊന്നും കാണിക്കുന്നില്ല. അയാൾ സൗമ്യതയോടെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട സമയം ഏകദേശം തീരാറാകുന്ന സമയത്ത് എല്ലാവരും കടന്നുപോയി ഒടുവിലായി ഈ വൃദ്ധനായ മനുഷ്യൻ, സാധുവായ മനുഷ്യൻ മുന്നോട്ട് വരികയാണ്. രാജാവ് അയാളെ പ്രത്യേകമൊന്ന് ശ്രദ്ധിച്ചു. നല്ല വേഷ സംവിധാനങ്ങളൊന്നുമില്ല. പുകഴുവാനായിട്ട് ഒന്നും പറയാനില്ലാത്ത ഒരനുഭവമാണ്. എന്നാൽ എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? രാജാവ് ചോദിച്ചു. രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ആ വൃദ്ധനായ സാധുവായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഒരു നാഴിക അങ്ങ് എൻ്റെ വീട്ടിൽ വന്ന് എന്നോടു കൂടെ താമസിച്ച് എൻ്റെ വീട്ടിൽ ഇരുന്ന് എന്നോടൊപ്പം ആഹാരം കഴിച്ച് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങി അങ്ങ് മടങ്ങിപ്പോരണം. അതാണ് എൻ്റെ ആഗ്രഹം. എത്ര ലളിതമായ ആഗ്രഹമാണ്. ഈ വൃദ്ധനായ മനുഷ്യനോട് രാജാവ് പറഞ്ഞു, ഓക്കെ, സമ്മതിച്ചു. അങ്ങനെ തന്നെ ആകട്ടെ. ഈ മനുഷ്യൻ മടങ്ങിപ്പോവുകയാണ് വീട്ടിലേക്ക്. സന്ധ്യയോടടുക്കുന്ന സമയമാണല്ലോ. മടങ്ങിപ്പോകുന്നതായ സമയത്ത് രാജാവ് മന്ത്രിയോട് കൽപ്പിച്ചു, അയാൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് നോക്കി വെക്കുക. എനിക്ക് അയാളോട് കൂടെ ഒരു ദിവസം താമസിച്ച് ഒരു നേരം ആഹാരം കഴിച്ച് അയാളുടെ ഭവനത്തിൽ എനിക്കൊന്ന് വിശ്രമിക്കണം. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാൻ പറഞ്ഞു. ലളിതമായ ആഗ്രഹം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ മന്ത്രി തൻ്റെ ഭടന്മാരിൽ ഒരുവനെ താൻ പോകുന്ന ആ വൃദ്ധനായ മനുഷ്യൻ പോകുന്ന വഴിയിലെ തന്നെ പിന്തുടരുവാനായിട്ട് അയച്ചു. അങ്ങനെ ഈ വൃദ്ധനായ മനുഷ്യൻ മുന്നോട്ട് പോവുകയാണ്. കാടുകൾ കടന്നു, നദികൾ കടന്ന്, വളരെ ദുർഘടമായ വഴികളിലൂടെ ഒരു വലിയ മല കയറി ആ മലയുടെ മുകളിൽ തൻ്റെ തൻ്റെ ഭവനത്തിൻ്റെ മുമ്പിൽ താൻ എത്തുകയാണ്. ദീർഘരാത്രിയായി, രാത്രി ഏറെയായി. പുലരുവാൻ അധികം യാമങ്ങളില്ല, സമയങ്ങളില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഭടൻ സൂക്ഷിച്ചൊന്ന് നോക്കി. അവിടെ വീടൊന്നും കാണാനില്ല. ഒരു ചെറിയ കുടിലെന്നും പറയുവാൻ കഴിയത്തില്ല. എന്തൊക്കെയോ വെച്ച് മറച്ചിരിക്കുന്ന ഒരു കുടിൽ. ഈ ഭടൻ അമ്പരന്നു പോയി. ഇവിടെ ഇരുന്നാണോ രാജാവ് ആഹാരം കഴിക്കേണ്ടത്? ഈ ഭടൻ ക്ഷണനേരം കൊണ്ട് മടങ്ങി പോവുകയാണ്. തിരിച്ച് ബന്ധപ്പെട്ട് മലകൾ താണ്ടി ആ ദുർഘടമായ വഴികളിലൂടെ അയാൾ മടങ്ങി വന്ന് മന്ത്രിയോട് പറഞ്ഞു, യജമാനെ, ഇന്നത് പോലെയാണ് കാര്യങ്ങൾ. അങ്ങോട്ട് പോകുവാൻ നല്ലൊരു വഴിയില്ല. സഞ്ചരിക്കുവാൻ നല്ലൊരു പാതയില്ല. വീടാണെങ്കിൽ അത് വീടെന്ന് പോലും പറയുവാൻ കഴിയില്ല. അവിടെ എങ്ങനെയാണ് രാജാവ് ഒരു നേരം താമസിക്കുക, ഒരു നേരം ആഹാരം കഴിക്കുക? മന്ത്രി പിന്നീടൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. മന്ത്രി അടുത്ത ദിവസം രാവിലെ തന്നെ കൽപ്പന പുറപ്പെടുവിച്ചു. ഒരു രാജകീയമായ പാത വെട്ടുവാനായിട്ട്. എവിടേക്ക്? ആ വൃദ്ധനായ സാധുവായ മനുഷ്യൻ്റെ വീടിൻ്റെ മുമ്പിൽ വരെ, ആ വീട്ടുമുറ്റം വരെ രാജാവിൻ്റെ രാജകീയ രഥങ്ങൾ പടയാളികളുടെ സാന്നിധ്യത്തോടെ, അകമ്പടിയോടെ, പരിവാരങ്ങളോടുകൂടെ രാജകീയമായി കടന്നു പോകുവാൻ ഉതകുന്ന രീതിയിൽ രാജകീയമായ ഒരു പാത ആ വൃദ്ധനായ മനുഷ്യൻ്റെ വീട്ടിലേക്ക് പണിയപ്പെടുകയാണ്. പണികൾ ആരംഭിച്ചു. വളരെ ഫാസ്റ്റായി ജോലികൾ തകൃതിയായി നടക്കുവാനിടയായി. അങ്ങനെ രാജകീയമായൊരു പാതയത ഈ വൃദ്ധനായ മനുഷ്യൻ്റെ വീട്ടുമുറ്റം വരെ വന്നിരിക്കുകയാണ്.
പിന്നെ അടുത്ത തലത്തിലേക്ക് മന്ത്രി ആജ്ഞ പുറപ്പെടുവിച്ചു. അവിടെ ഒരു രാജകീയ കൊട്ടാരം പണിയണം. വൃദ്ധനായ മനുഷ്യൻ്റെ കുടിലിരുന്ന സ്ഥാനത്ത് മനോഹരമായ അമ്പരചുംബിയായ ഏറ്റവും ശ്രേഷ്ഠമായൊരു രാജകൊട്ടാരം അവിടെ പണിയപ്പെടുകയാണ്. രാജാവിനും രാജാവിൻ്റെ പരിചാരകർക്കും വിശ്രമിക്കുവാൻ ഉതകത്തക്ക നിലവാരത്തിൽ രാജാവിൻ്റെ ക്വാളിറ്റിക്കും മൂല്യത്തിനും ശ്രേഷ്ഠതയ്ക്കും മഹിമയ്ക്കും യോഗ്യമാകുന്നവണ്ണം അതിശ്രേഷ്ഠമായ ഒരു രാജകൊട്ടാരം അവിടെ പണിയപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ വൃദ്ധനായ മനുഷ്യൻ ഇതൊന്നും ചോദിച്ചില്ല കേട്ടോ. ഒരേ ഒരു കാര്യമേ ചോദിച്ചുള്ളൂ. രാജാവിനോട് ഒരു നേരം ആഹാരം കഴിച്ച് തൻ്റെ ഭവനത്തിൽ വന്നൊന്ന് വിശ്രമിക്കണമെന്ന ഒറ്റ കാര്യം. രാജകൊട്ടാരം പണിയപ്പെട്ടു. അവിടെ പരിചാരകരെ കൊട്ടാരത്തിലാക്കി. ആ പരിചാരകർ മാത്രമല്ല, അവിടെ വേണ്ട ആഹാരത്തിൻ്റെ ക്രമീകരണങ്ങൾ, എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എന്ന് ശ്രദ്ധിച്ച് കേൾക്കണമേ. ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ. രാജാവിനോട് കൂടെ ഒരു നാഴിക തന്നോടുകൂടെ രാജാവായിരിക്കണം തൻ്റെ ഭവനത്തിൽ. ഹാലലുയ്യ. സമയമെത്തി. രാജാവ് എഴുന്നള്ളുവാനിടയായി. രാജകീയമായ പ്രൗഢിയോടെ രാജകീയമായ പാതയിൽ ആ കൊട്ടാരത്തിന് മുമ്പിലെത്തി. ആ വൃദ്ധനായ മനുഷ്യനോടുകൂടെ ഒരു നേരം ആഹാരം കഴിച്ചു. അവൻ്റെ ഭവനത്തിൽ വിശ്രമിച്ചു. രാജാവ് മടങ്ങിപ്പോന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഇതൊരു കഥയാണ്. എങ്കിലും ഇതിനകത്തുനിന്ന് ആത്മനിയോഗത്തോടെ ഒരു ദൂത് വിളിച്ചു പറയാം. രാജാതിരാജാവും കർത്താവുമായ സ്വർഗീയ രാജകുമാരനെ ഈ പ്രഭാതത്തിൽ ഒന്ന് ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഇടയായിത്തീരുകയാണെങ്കിൽ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകുകയാണെങ്കിൽ, സ്വർഗീയ രാജകുമാരനെ നിൻ്റെ വീട്ടിലേക്ക് ഒന്ന് ക്ഷണിക്കുവാൻ ഇടയായിത്തീരുകയാണെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് ഒരു രാജകീയമായ പാത നിന്റെ വീട്ടിലേക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ തുറക്കപ്പെടുകയാണ്. രാജകീയമായ പാതയിലൂടെ രാജാവും കർത്താവുമായവൻ സ്വർഗീയ സൈന്യത്തോടുകൂടെ സ്വർഗീയ സാന്നിധ്യമായി നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരികയാണ്. രാജകുമാരനായ രാജാവായ കർത്താവ് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ നിന്റെ വീട്ടിൽ അതിൻ്റെതായ വ്യത്യാസങ്ങൾ പ്രകടമായി വെളിപ്പെടാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ അനുഗ്രഹം നിന്നെ തേടി വരികയല്ല. ഹല്ലേലൂയ. അനുഗ്രഹത്തെ നീ തേടിപ്പോവുകയല്ല, അനുഗ്രഹം നിന്നെ തേടി വരുവാനിടയാകും. എന്താ ചെയ്യേണ്ടത്? വിളിക്കേണ്ടവനെ വിളിക്കണം, ക്ഷണിക്കേണ്ടവനെ ക്ഷണിക്കണം, ഹൃദയത്തിൽ ഏറ്റെടുക്കേണ്ടവനെ ഹൃദയത്തിൽ ഏറ്റെടുക്കണം. നിശ്ചയമായും ഈ പ്രഭാതത്തിൽ അനുഗ്രഹം നിന്നെ തേടി വരുന്ന നിമിഷങ്ങളാക്കി ഈ നിമിഷങ്ങളെ മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ ചലിക്കുകയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കുവാനിടയാകട്ടെ. അനുഗ്രഹം നാം തേടിപ്പോകേണ്ടതല്ല, അത് നമ്മെ തേടി വരേണ്ടതാണ്. ഈ പ്രഭാതത്തിൽ അനുഗ്രഹം നമ്മെ തേടി വരുവാനായിട്ട് ചില ചാലുകൾ വെട്ടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിൻ്റെ പ്രാർത്ഥന, നിൻ്റെ ആരാധന, നിൻ്റെ സ്തുതി, നിൻ്റെ സ്തോത്രം, ദൈവത്തോടു കൂടെയുള്ള നിൻ്റെ സഹവാസം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ധ്യാനം, ഇതെല്ലാം ദൈവിക അനുഗ്രഹത്തെ നിന്നിലേക്ക് ഒഴുകിയെത്തുന്ന ചാലുകളാണെന്ന് ആത്മനിയോഗത്തോടെ തിരിച്ചറിയുന്ന ദൈവജനം ഈ ദിവസങ്ങളിൽ മുഴങ്കാലുകളെ മടക്കുവാനിടയാകട്ടെ, പ്രാർത്ഥിച്ചു തുടങ്ങുവാനിടയാകട്ടെ, ആരാധിച്ചു തുടങ്ങുവാനിടയാകട്ടെ, സ്തുതിച്ചു തുടങ്ങുവാനിടയാകട്ടെ. ഇതെല്ലാം അനുഗ്രഹത്തെ നിന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാതകളാണ്, അനുഗ്രഹത്തിൻ്റെ റൂട്ടുകളാണ്. ആ ഒരു കാര്യം വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
ഹല്ലേലൂയ. ഒരു കാര്യം നാം അറിയാതെ ഇരിക്കരുത്, ഇത് അന്ത്യകാലഘട്ടമാണ്. ഈ അന്ത്യകാലത്ത് പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു നടക്കുകയാണ്. നിങ്ങൾ ചിലന്തിയെ കണ്ടിട്ടില്ലേ? തൻ്റെ ആഹാരം തേടുവാൻ എന്താണത് ചെയ്യുക? ആദ്യം ഒരു വല കെട്ടി ആ വേഗത്തിൽ വല കെട്ടിയിട്ട് ആ വലയിൽ അകപ്പെടുന്ന ചെറുപ്രാണികളെ അത് ഭക്ഷിക്കുവാൻ ഇടയായി തീരുകയാണ്. കെണിയൊരുക്കി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കെണിയൊരുക്കി കാത്തിരുന്ന് അകപ്പെടുന്നതിനെ അപഹരിക്കുകയാണ്, ഭക്ഷിക്കുകയാണ്. അങ്ങനെയാണ് ചിലന്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പിശാചും ഇതുപോലെ തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അവൻ ചില കെണികൾ നിനക്ക് വേണ്ടി ഒരുക്കുന്നു, ചില സംവിധാനങ്ങൾ ഒരുക്കി, ചില കെണികൾ ഒരുക്കി, ചില ചാലുകൾ വെട്ടി നിന്നെ അനുഗ്രഹത്തിൽ നിന്ന്, നന്മയിൽ നിന്ന്, അഭിവൃദ്ധിയിൽ നിന്ന് നാശത്തിലേക്ക് കൊണ്ടുപോകുവാനായി അവൻ ചില കെണികൾ ഒരുക്കുകയാണ്. കെണികൾ ഒരുക്കി തൻ്റെ ഇരയ്ക്കായി കാത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദാനിയേലിനെ നമുക്കറിയാം. ദാനിയേൽ പ്രാർത്ഥനാ മനുഷ്യനാണ്. ദൈവത്തോടു കൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പുരുഷനാണ്. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ എന്ന പ്രാർത്ഥനാ മനുഷ്യനെ വീഴ്ത്തുവാൻ ദാരിയാവേശ് രാജാവിൻ്റെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും രാജ്യം സംബന്ധിച്ച്, ദൈവത്തിന് സ്തോത്രം, ദാനിയേലിന് വിരോധമായി ഒരു കാരണം കണ്ടെത്തുവാനായിട്ട് അന്വേഷിച്ചു നടന്ന ഒരു സമയമുണ്ട്. രാജ്യം സംബന്ധിച്ച്, രാജ്യത്തിൽ അവനെ പ്രഥമ സ്ഥാനത്താക്കുവാൻ ദാരിയാവേശ് രാജാവ് ചിന്തിച്ച നാൾ മുതൽ അവൻ്റെ അധ്യക്ഷന്മാരും പ്രധാന ദേശാധിപതിമാരും ദാനിയേലിന് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി ഒരു കാരണം അന്വേഷിക്കുക. എന്തിനായിട്ടാണെന്നറിയാമോ? നിനക്ക് വിരോധമായി കാരണം അന്വേഷിക്കുന്നത് നിന്നെ വീഴ്ത്താനായിട്ടാണ്. അവിടെ ദാനിയേൽ വീഴുവാൻ തക്കവണ്ണം ഒരു കാര്യവും ഒരു കാരണവും അവിടെ ഇല്ല. എന്നാൽ ശത്രു ദാനിയേലിനെ വീഴ്ത്തുവാൻ ഒരു വാരിക്കുഴി തീർക്കുകയാണ്. ഒരു കെണിയൊരുക്കുകയാണ്, തന്ത്രങ്ങൾ മെനയുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വിരോധമായി ശത്രു കാരണമന്വേഷിക്കുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി വ്യക്തമായി ആലോചന പറയുകയാണ്. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദാനിയേലിന് വിരോധമായി കാരണമന്വേഷിച്ച ശത്രുവായ പിശാച് എനിക്കും നിങ്ങൾക്കും വിരോധമായി കാരണമന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദാനിയേലിനെ കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. വിശ്വസ്തൻ, അവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഒരു തെറ്റും ഒരു കുറ്റവും ദാനിയേലിൽ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇന്ന് പ്രഭാതത്തിൽ എന്നിലും നിങ്ങളിലും നോക്കിയാൽ ഒന്നല്ല 1000 തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പറയുവാനുള്ളവരാണ് ഞാനും നിങ്ങളും. എന്നാൽ ദാനിയേലിൽ ഒരു തെറ്റും കുറ്റവും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ജീവിതത്തിലും പ്രവൃത്തിയിലും പ്രൊഫഷനിലും അവൻ പെർഫെക്റ്റ് ആയിരുന്നു. ദാനിയേൽ ആയിരുന്ന അവസ്ഥയിൽ അവൻ പെർഫെക്റ്റാണ്, അവൻ പൂർണ്ണതയുള്ളവനാണ്. അവൻ്റെ ജീവിതത്തിലും അവൻ്റെ പ്രവൃത്തിയിലും അവൻ പെർഫെക്റ്റായിട്ടാണ് ആയിരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഒരു പെർഫെക്ഷൻ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നല്ലൊരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ, നല്ലൊരു ദൈവത്തിന് പ്രസാദമുള്ളൊരു ജീവിതം ചെയ്യുവാൻ കർത്താവേ അവിടുത്തെ കൃപയെ എൻ്റെ മേൽ അവിടുന്ന് പകരണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്ന് ഈ പ്രഭാതയാമത്തിൽ ഇടയായി തീരട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ദാനിയേലിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രത്യേകതകൾ, അവൻ മാതൃകയുള്ള ജീവിതമാണ് ജീവിച്ചത്. അവൻ്റെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും അവൻ മറ്റുള്ളവർക്ക് മാതൃകയുള്ളവനായിരുന്നു. ആമേൻ, ആമേൻ. അവൻ ശ്രദ്ധിച്ചിരുന്നു. അവൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അവൻ മുറുകെ പിടിച്ച വ്യക്തിയാണ്, അതിൽ ശ്രദ്ധിച്ചിരുന്ന വ്യക്തിയാണ് അവൻ ദാനിയേൽ
ദാനിയേൽ എന്ന് പറയുന്നത്. ആമേൻ. ദാനിയേലിൽ കാണുവാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകത, അവൻ്റെ അഭിഷേകത്തെ, അവൻ്റെ കൃപയെ, അവൻ്റെ കൃപാവരത്തെ അവൻ ഉപേക്ഷയായി വിചാരിക്കാതെ അവൻ അതിനെ ജ്വലിപ്പിക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, അവൻ ദൈവത്തിനു വേണ്ടി ഉറച്ചു നിൽക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദാനിയേലിൽ കാണുന്ന ഈ വിശേഷ ഗുണങ്ങളെല്ലാം അവനിലേക്ക് അനുഗ്രഹത്തെ വിളിച്ചു വരുത്തുന്നതായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ തിരിച്ചറിയുക, ആമേൻ, ദാനിയേലിന് കെണിയായി തീർന്നത് അവൻ്റെ പ്രാർത്ഥനാശീലമാണ് എങ്കിൽ, ആമേൻ, ദാനിയേലിൻ്റെ വിടുതലിന് മുഖാന്തിരമായി തീർന്നതും അതേ പ്രാർത്ഥന തന്നെയാണ്. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ ജീവിതത്തിൽ ചില കെണികൾ വരുവാൻ കാരണമായി തീർന്നത്, ആമേൻ, പ്രാർത്ഥനാ ജീവിതമാണ് എങ്കിൽ ആ കെണികളിൽ നിന്നുള്ള നിന്റെ വിടുതലിൻ്റെ ചാലും തുറക്കുന്നത്, ആമേൻ, പ്രാർത്ഥന തന്നെയായിരിക്കും. മൊർദെഖായിയുടെ ആ പ്രതികൂലത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്, ദൈവത്തോടുള്ള മൊർദെഖായിയുടെ ഭക്തിയാണ്. മൊർദെഖായിയുടെ ഭക്തി, ദൈവത്തോടുള്ള കൂറ്, ദൈവത്തിൻ്റെ മുമ്പിലല്ലാതെ വേറെയൊരു മനുഷ്യൻ്റെയും മുമ്പിൽ താൻ താണുകൊടുക്കത്തില്ല, മുട്ടുമടക്കത്തില്ല എന്ന ആ ഉറച്ച തീരുമാനമാണ് മൊർദെഖായിയുടെ ജീവിതത്തിൽ പ്രതികൂലത്തിൻ്റെ കാറ്റിനെ അടുപ്പിക്കുവാൻ കാരണമായി തീർന്നത് എങ്കിൽ, അതേ പ്രാർത്ഥനാ ജീവിതം തന്നെ, അതേ ദൈവ സാന്നിധ്യം തന്നെ അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളവനാക്കി, ഒരു മാന്യനാക്കി അവൻ്റെ ജീവിതത്തെ മാറ്റുവാനും ഇടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തോടു കൂടെ യാത്ര ആരംഭിച്ച നിന്റെ ജീവിതത്തിൽ വെല്ലുവിളികൾ കടന്നു വരാം, പ്രതികൂലങ്ങൾ കടന്നു വരാം, പ്രതിസന്ധികൾ കടന്നു വരാം. എന്നാൽ അതിനെ കണ്ട് വീണു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, പ്രതികൂലമുണ്ട് എങ്കിൽ അതിൻ്റെ മേൽ നിനക്കൊരു ജയവുമുണ്ട്. സിംഹത്തിൻ്റെ കുഴി ഉണ്ട് എങ്കിൽ അതിൻ്റെ മീതെ അതിൽ നിന്ന് വിടുവിക്കുന്ന, സിംഹത്തിൻ്റെ വായ അടയ്ക്കുന്ന ഒരു ദൈവപ്രവൃത്തിയും നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളുമൊന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. അതേ എൻ്റെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് ഈ പ്രഭാതയാമത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ആ കൃപയുടെ വല്ലഭത്വത്തിൻ്റെ വ്യാപാര ശക്തി, അത് ശക്തിയോടെ ചലിക്കുന്ന ഒരു പ്രഭാതമാണ് ഇന്ന് പ്രഭാതം. ദാനിയേൽ മറ്റുള്ളവർക്ക് മാതൃകയുള്ളവനായി ജീവിച്ചു. അവൻ ദൈവവചനത്തെയും ഉപദേശത്തെയും ശ്രദ്ധിച്ചു. തന്നിലെ കൃപാവരത്തെ ജ്വലിപ്പിച്ചിരുന്നു. അവനെ തന്നെ സൂക്ഷിച്ചിരുന്നു. തന്നെ സൂക്ഷിക്കുവാൻ അവൻ സമയം കണ്ടെത്തിയിരുന്നു. അവന് ലഭിച്ച ദൈവിക വെളിപ്പാടിൽ അവൻ ഉറച്ചു നിൽക്കുവാൻ ഇടയായി. വെല്ലുവിളികൾ വന്നു, പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി, സിംഹത്തിൻ്റെ കുഴിയിൽ എറിയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. എന്നാൽ വിജയം അവനോട് കൂടെയായിരുന്നു. ദൈവം അവനോട് ഒപ്പമായിരുന്നു. ഈ പ്രഭാതത്തിൽ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാ, വെല്ലുവിളികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ വിജയം നിനക്ക് അനുകൂലമാണ്. വിജയം നിനക്ക് അനുകൂലമാണ്. വിജയം നിന്നോട് കൂടെയുണ്ട്. ദൈവം നിൻ്റെ ഒപ്പമുണ്ട്. വിജയം നിൻ്റെ കൂടെയുണ്ട്. ദൈവം നിനക്ക് ഒപ്പമുണ്ട്. ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. വിജയം നമ്മോട് കൂടെ. പരാജയമേ, നിനക്ക് എൻ്റെ മേൽ യാതൊരു അവകാശവുമില്ല. പിശാചേ, നിനക്ക് എൻ്റെ മേൽ യാതൊരു അവകാശവുമില്ല. അന്ധകാരത്തിൻ്റെ വ്യാപാര മണ്ഡലങ്ങളെ, നിനക്ക് എൻ്റെ മേലോ, എൻ്റെ കുടുംബത്തിൻ്റെ മേലോ, ഞങ്ങളുടെ തലമുറകളുടെ മേലോ യാതൊരു കാര്യവും ഇല്ല. ഞങ്ങളും ഞങ്ങളുടെ പിതാവും തമ്മിലുള്ള കാര്യത്തിൽ നിനക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. ഇന്ന് ഈ പ്രഭാതയാമത്തിൽ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാ, നിന്റെ ജീവിതത്തിൽ ഇന്ന് പകലൊരു വിടുതലിൻ്റെ പകലായി മാറട്ടെ, ഒരു അനുഗ്രഹത്തിൻ്റെ പകലായി മാറട്ടെ, ഒരു വലിയ ദൈവ
ദൈവപ്രവൃത്തിയുടെ പകലായി മാറട്ടെ. ഈ ദിവസങ്ങളിൽ അനുഗ്രഹത്തെ നിന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന പ്രാർത്ഥനയുടെ ചാലുകൾ, അനുഗ്രഹത്തെ നിന്നിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ഉപവാസത്തിൻ്റെ ചാലുകൾ ആമേൻ വെട്ടിത്തുടങ്ങുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറുവാനിടയാകട്ടെ. ഒരു ദാനിയേലിനെ പോലെ ആമേൻ ദൈവത്തിൻ്റെ കൃപാവരത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ആമേൻ ദൈവത്തിനു വേണ്ടി ഇന്ന് പ്രഭാതത്തിലും ജ്വലിച്ചു പ്രകാശിക്കുവാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയുടെ കരം അത് അനുകൂലമായി ചലിക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ ഇടയായി തീരട്ടെ. അനുഗ്രഹം നാം തേടി പോകേണ്ടതല്ല, അത് നമ്മെ തേടി വരേണ്ടതാണ്. യോസഫ് അനുഗ്രഹത്തെ തേടിപ്പോവുകയല്ല, ആമേൻ. യോസഫ് പോയ വഴിയിൽ അനുഗ്രഹത്തെ ദൈവം മറച്ചു വെച്ചിരുന്നു. ദാനിയേലിൻ്റെ മുമ്പിൽ അനുഗ്രഹത്തെ ദൈവം മറച്ചു വെച്ചിരുന്നു. മൊർദെഖായിയുടെ മുമ്പിൽ അനുഗ്രഹത്തെ ദൈവം മറച്ചു വെച്ചിരുന്നു. എസ്തേറിൻ്റെ മുൻപിൽ അനുഗ്രഹത്തെ ദൈവം മറച്ചു വെച്ചിരുന്നു. ആമേൻ. ഹാഗാറിൻ്റെ മുമ്പിൽ ഉറവയെ ദൈവം മറച്ചു വെച്ചിരുന്നു. ആമേൻ, ആമേൻ. പത്രോസിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും കിട്ടാതിരുന്ന ഇടത്ത് ആമേൻ വലിയൊരു പെരുത്ത മീൻകൂട്ടത്തെ ദൈവം മറച്ചു വെച്ചിരുന്നു. ഇന്ന് ഈ പ്രഭാതയാമത്തിൽ എന്നെ കേൾക്കുന്ന ചിലരെ നോക്കി ആത്മനിയോഗത്തോടെ വിളിച്ചു പറയുകയാണ്, ദൈവം നിനക്ക് വേണ്ടിയുള്ള കരുതലുകൾ, നിനക്ക് വേണ്ടിയുള്ള വിടുതലുകൾ, നിനക്ക് വേണ്ടിയുള്ള സൗഖ്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. ആമേൻ. നിന്റെ മുമ്പിൽ തന്നെയുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നിന്നെ തേടി വരുവാൻ പോവുകയാ, നിന്നെ തേടി വരുവാൻ പോവുകയാ, നിന്നെ തേടി വരുവാൻ പോവുകയാ. ആമേൻ. ശൗല് രാജസ്ഥാനത്തേക്ക് വരുവാൻ ഒരു കളിയും കളിച്ചില്ല. ശൗല് രാജസ്ഥാനത്തേക്ക് വരുവാൻ ആഗ്രഹിച്ച വ്യക്തിയല്ല. എന്നാൽ അവനെ തേടി സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ചു. ആമേൻ. ദാവീദ് രാജസ്ഥാനത്ത് വരുവാൻ ആഗ്രഹിച്ചില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത അനുഭവത്തിൽ വനാന്തരത്തിൽ ആടിനെ മേയ്ക്കുന്ന ഇടയ ചെറുക്കനായിരിക്കുമ്പോൾ അവന്റെ അടുക്കലേക്ക് ദൈവം തന്റെ പ്രവാചകനെ അയച്ചു. ഇന്ന് പ്രഭാതത്തിൽ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തമുള്ള നിന്റെ അടുക്കലേക്ക് ദൈവം ചിലരെ അയക്കുന്ന പകലാണ് ഇന്ന് പകൽ. നിന്റെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനുമായിട്ട്, നിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായിട്ട്, നിന്റെ ഭാവിയെക്കുറിച്ചുള്ള ദൈവിക ആമേൻ പദ്ധതിയുടെ പൂർണ്ണതയെ നിന്നിലേക്ക് പകർന്നു തരുവാനായിട്ട് ഈ പ്രഭാതത്തിൽ സ്വർഗസ്ഥനായ ദൈവം ചിലരെ നിന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. ശമന ജുദന രഗദന രബൗധനിയ രഹമാനിയ വൈശമന സ്വൈദൽ ഭൗഡജനം ധ്വനി രഗദന അർധുരാധന രബൗസിയം ധ്വനിയ രഹമാനിയ അർഖമാനിയ സ്വൈദൽ ഭൗഡജനം ധ്വനി രഗദന. യേശുവിന്റെ നാമത്തിൽ അന്യായത്തിന്റെ കെട്ടുകൾ അടിഞ്ഞു മാറട്ടെ, പിശാചിന്റെ ബന്ധനങ്ങൾ അടിഞ്ഞു മാറട്ടെ, ഇരുളിന്റെ സകല പോരുകളും അതിന്റെ ബാധകളും യേശുവിന്റെ നാമത്തിൽ അതെല്ലാം വിട്ടു മാറട്ടെ. ഒരു വലിയ ഡെലിവറൻസിന്റെ പകലായി യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ മാറട്ടെ. ദൈവകൃപയുടെ അഭിഷേകം ശക്തമായി വ്യാപരിക്കട്ടെ. ഒരു വലിയ അനുഗ്രഹത്തിന്റെ പകലായി ഇന്ന് പകൽ മാറട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം ചൊല്ലി അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വിടുതലിലേക്ക്, ദൈവപ്രവൃത്തിയിലേക്ക് പരിശുദ്ധാത്മാവ് പ്രിയ മക്കളെ നയിച്ചാലും ദൈവനാമം മഹത്വമെടുക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു അനുഗ്രഹീതമായ പകൽ ആമേൻ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ, ആമേൻ.